Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. എങ്ങനെയുണ്ട് മാം? ഓക്കെ ആയോ? ഓക്കെ വരുന്നുള്ളൂ. എന്താ പറ്റിയ മാം? അത് എനിക്ക് ആസ്മയുടെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ കഫക്കെട്ട് കൂടി അഡ്മിറ്റ് ആയി. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമായോ? ഇപ്പൊ കുറവുണ്ട്. എന്നാലും തലവേദന ഉണ്ട് ഭയങ്കര. കഫ് ശരിക്കും ഞങ്ങൾ പോകുന്നില്ല. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. വേറെ ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ മാറി, കുഴപ്പമില്ല. അപ്പൊ ക്ലാസ് കുറച്ച് പെൻഡിങ് വന്നിട്ടുണ്ട്. അത് ഞാൻ എടുത്തു തരാം കേട്ടോ. ഒരാഴ്ചത്തേക്ക് ഓരോ ക്ലാസ് കൂട്ടി എടുത്തു തരാം. ഓക്കെ. ഒരുപാട് സ്ട്രെയിൻ ചെയ്യണമെന്നില്ല. ഞാനായിട്ട് കുറച്ച് പുറകിലോട്ട് നിൽക്കുന്നേ, കാരണം ക്ലാസ്സുകളൊക്കെ മിസ്സായല്ലോ. പതുക്കെ നമുക്ക് പുറത്താക്കാം. പതുക്കെ എടുത്തു തന്നാ മതി. പതുക്കെ എടുത്തു തരാം. സ്ട്രെയിൻ എടുക്കണ്ട, സ്ട്രെയിൻ ചെയ്ത്. ഓക്കെ. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചോ? അപ്പൊ നമുക്ക് എന്താ വിദ്യ മാം കഴിച്ചോന്ന്? ഞാൻ കഴിച്ചു. മെഡിസിൻ ഉള്ളതുകൊണ്ട് കഴിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ് മാം. അപ്പൊ നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് ഭാഗമാണ് ബാക്കി ഉണ്ടായിരുന്നത് അല്ലെ? എത്രാമത്തെ പോയിന്റ് ആണെന്നൊന്ന് പറയണേ, കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. മാം മോഡുല 1 അല്ലേ? മൊഡ്യൂൾ 1 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അത് തീരാറായി. കുറച്ചും കൂടി പോയിന്റ്സ് പറയാനുണ്ട്. ജോബ് റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഓർമ്മയുണ്ടോ? ഓക്കെ, 5th പോയിന്റ് പറഞ്ഞല്ലേ? 1 2 3 4 5. ഓക്കെ. ഓക്കെ 6th പോയിന്റ് തുടങ്ങി എടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Provide a detailed description of all the information that can be potentially asked for along with the document needed. അതായത് പേഷ്യൻസ് വരുമ്പോൾ അവരുടെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ്, പേഴ്സണൽ ഇൻഫോർമേഷൻസ്, അതായത് അവരുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ, അതുപോലെ തന്നെ മറ്റു പല വിവരങ്ങൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്ത് അത് ഡോക്യുമെന്റില് രേഖപ്പെടുത്തണം. ഓക്കെ, അതായത് കറക്റ്റ് ഡോക്യുമെന്റ് ആയിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള വിവരങ്ങൾ റെക്കോർഡിക്കലി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ത് ചെയ്യണം? അവരുടെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് 6ാമത്തെ പോയിന്റ്. ദെൻ 7ാമത്തെ പോയിന്റ്, ടേക്ക് കെയർ ഓഫ് ഈച്ച് ആൻഡ് എവറിത്തിങ് ദ ഗസ്റ്റ് മൈറ്റ് നീഡ് ആൻഡ് ഫോർ ടു അവോയ്ഡ് എ ലാസ്റ്റ് മിനിറ്റ് റഷ്. അതായത് ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാത്തരം പേഷ്യൻസിനെയും, അതായത് ഓരോ പേഷ്യൻസിനെയും എന്ത് ചെയ്യണം? അവരെ കെയർ ചെയ്യണം, അവരുടെ ഡീറ്റെയിൽസ് എടുക്കണം. അപ്പൊ ഓരോ സമയം, അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഓരോ മൊമെന്റിൽ ചെയ്യുവാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റത്തെ ആ ഒരു തിരക്ക്, റഷ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെ, ഓരോ സമയം എടുത്ത് ഓരോന്നിനും നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നടക്കും. പക്ഷെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടി മിക്സായി അവസാനം കുളമായി തീരുന്ന അവസ്ഥ വരും. അപ്പൊ അത് ഒഴിവാക്കണം. അതുകൊണ്ട് എല്ലാ പേഷ്യൻസിനെയും, ഓരോ പേഷ്യൻസിനെയും എന്ത് ചെയ്യണം? ഓരോരുത്തർക്കും പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ലാസ്റ്റ് മിനിറ്റത്തെ തിരക്ക് ഒഴിവാക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ അടുത്തത്
check the amenities for their quality and proper provision to leave no ground for complaints. അതുപോലെ തന്നെ പേഷ്യൻസിന് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. സൗകര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതിന് വേണ്ടത്ര ക്വാളിറ്റി ഉണ്ടോ എന്നും കൂടി നോക്കണം. ഇപ്പൊ പേഷ്യൻസ് നമ്മൾ കെയർ കൊടുക്കുമ്പോൾ അവർക്ക് ആ കെയർ കൊടുക്കുന്ന എന്താണോ അവർക്ക് കെയർ കൊടുക്കുന്നത് അത് പ്രോപ്പർ ആണോ, അതിന് വേണ്ടത്ര സൗകര്യങ്ങൾ ഉണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ള കെയർ ആണോ കൊടുക്കുന്നത്, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഗുണനിലവാരം ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ എന്തുണ്ടാവില്ല, കംപ്ലൈൻസ് ഉണ്ടാവില്ല പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്ന്. ഓക്കെ, അപ്പോ പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്ന് കംപ്ലൈൻസ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മള് കൊടുക്കുന്ന സൗകര്യങ്ങള് എന്താ പറയാ ഗുണനിലവാരം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ensure maintenance of proper information in the database. അതുപോലെ തന്നെ ഡാറ്റാബേസിലുള്ള വിവരങ്ങള് മെയിൻറ്റെയിൻ ചെയ്ത് ഉറപ്പുവരുത്തുക. ഓക്കെ, അതായത് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇപ്പോഴത്തെ ഹോസ്പിറ്റലിലെ സിസ്റ്റത്തിലാണ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് സിസ്റ്റത്തിലാണ്. അപ്പോൾ ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എൻഷുർ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് അല്ല, അതിന് തൊട്ട് മുമ്പത്തെ പോയിന്റ് ആണ് പറയുന്നത്, work in close contact with the manager and get in touch with him whenever needed. അതായത് മാനേജറുമായിട്ട് എപ്പോഴും ഒരു ക്ലോസ് കോണ്ടാക്ട് ഉണ്ടായിരിക്കുക. ആർക്ക്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക്. അദ്ദേഹവുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ എന്താണ്, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ സ്മൂത്തായി നടക്കുകയും പരസ്പരം ഒരു കോർഡിനേഷനോട് കൂടി രണ്ട് കൂട്ടർക്കും, അതായത് പേഷ്യൻസിനായാലും അവിടെയുള്ള സ്റ്റാഫിനായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സാധിക്കും. ഓക്കെ, അപ്പോ നിങ്ങളുടെ സുപ്പീരിയർ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുപ്പീരിയർ ആരാണോ ആ സുപ്പീരിയറുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ്, have a true knowledge of hospital medical and non-medical departments and its functioning. ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അറിവുണ്ടായിരിക്കുക. ആർക്ക്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. കേട്ടോ, അതായത് നോൺ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കാം, മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിവുണ്ടായിരിക്കണം കേട്ടോ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക്. ഇത്രയുമാണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് കേട്ടോ. ഓക്കെ, അത്രയും വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എക്സാമിന് ഇതിൽ നിന്ന് ചോദിക്കില്ല. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആരാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണെന്നായിരിക്കും ചോദിക്കുക. അതുപോലെ ഒറ്റ ലൈനില് ഇത്രയും കൂടുതലായിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീർന്നു. ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 9 ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, 3 പോയിന്റ് ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ചാപ്റ്റർ 9 എല്ലാരും കാണുന്നുണ്ടോ? എല്ലാവർക്കും വലുതായിട്ട് കാണാൻ സാധിക്കുന്നില്ലേ? ആ 3 പോയിന്റ് റീഡ് ചെയ്തോളൂ കേട്ടോ.
റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പൊ പഠിച്ചത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റാ അല്ലെ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേ ഇല്ലാത്തതല്ലേ, നോട്ട് സ്റ്റേ ആണ് അല്ലെ? അതായത് എന്തെങ്കിലും രോഗവുമായിട്ട് വന്നു കഴിഞ്ഞാല് ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, തിരിച്ചു പോകുന്നു, പിന്നെ വീട്ടിൽ ചെന്നിട്ട് മെഡിസിൻ എടുത്ത് റെസ്റ്റ് ചെയ്തതിനു ശേഷം രോഗം സുഖപ്പെടുന്നു. പക്ഷെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താ? അതിൽ നിന്ന് ഓപ്പോസിറ്റ് ആണ് അല്ലെ? അഡ്മിറ്റ് ആകുന്നതാണ് അല്ലെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, Indoor Patients Department IPD mentions the areas of the hospital where patients are accommodated after being admitted based on doctors' specialist assessment from the outpatient department, emergency services and ambulatory care. Okay, ഈ ambulatory care എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആംബുലേറ്ററി കെയർ മീൻസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, രണ്ടും സെയിം മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോ IPD അഥവാ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആശുപത്രിയിലെ രോഗികളെ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുന്ന വിഭാഗമാണ്. ഓക്കെ, പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നു? ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സാധാരണയായിട്ട് ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ എമർജൻസി കെയറിൽ നിന്നോ അതുമല്ലെങ്കിൽ ആംബുലേറ്ററി കെയറിൽ എന്നിവയിൽ നിന്ന് ഡോക്ടറിന്റെ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിന്റെ അസസ്മെന്റിന് ശേഷം, അതായത് ഡോക്ടർ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് പരിശോധന നടത്തിയ ശേഷം തുടർച്ചയായിട്ടുള്ള ചികിത്സയ്ക്കും നിരീക്ഷണത്തിനും വേണ്ടിയിട്ട് രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ. ഓക്കെ, അതായത് ഒരു രോഗി വരുന്നു, ആ രോഗി ചിലപ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സയ്ക്കായിട്ട് വരുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എമർജൻസി കെയറിൽ ചികിത്സയ്ക്കായിട്ട് വരുന്ന വ്യക്തിയായിരിക്കാം. ഈ രോഗി വന്നതിന് ശേഷം ഡോക്ടർ എന്ത് ചെയ്യുന്നു? ഇവരെ കൺസൾട്ട് ചെയ്യുന്നു. കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ എന്ത് തീരുമാനിക്കുന്നു? തുടർച്ചയായിട്ടുള്ള ചികിത്സയ്ക്കും അതുപോലെ തന്നെ പരിശോധനകൾക്കും വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്യുന്നു? ആ ഹോസ്പിറ്റലിൽ താമസിപ്പിക്കുന്നു. ഈ താമസിപ്പിക്കുന്ന വിഭാഗത്തിനെ പറയുന്ന പേരെന്താണ്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഒന്നുകൂടി ഞാൻ പറയാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ എമർജൻസി കെയറിൽ നിന്നോ വരുന്ന രോഗികൾ അവിടെ ഡോക്ടറിന്റെ കൺസൾട്ടേഷന് ശേഷം ഡോക്ടറുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു പല പരിശോധനകൾക്കുമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. ഈ അഡ്മിറ്റ് ചെയ്യുന്ന വിഭാഗത്തിന് പറയുന്ന പേരാണത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികൾ എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള ചികിത്സയും ഒബ്സർവേഷനും വേണം എന്ന് ഉള്ള പേഷ്യൻസിനെയാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. വെറുതെ ഒന്നും എന്ത് ചെയ്യില്ല? അഡ്മിറ്റ് ചെയ്യില്ല. അതായത് ഡോക്ടർക്ക് തോന്നണം, അതായത് തീരെ ആവശ്യമായിട്ടുള്ള രോഗികളെയാണ് എന്ത് ചെയ്യുക? നമ്മള് ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യുക അല്ലെ? ഓക്കെ, അപ്പൊ ഡോക്ടർക്ക് തോന്നണം ഇദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന് പ്രോപ്പർ ആയിട്ടുള്ള കെയറോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സയോ ഒന്നും തന്നെ കിട്ടില്ല. അതിന് ആശുപത്രിയിൽ തന്നെ എന്ത് ചെയ്യണം? കിടത്തി ചികിത്സിക്കേണ്ടതുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ആവശ്യത്തിന് മരുന്നുകൾ കൊടുക്കാം, കെയർ കൊടുക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പേഷ്യൻസിനെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിൽ താമസിച്ച് ചികിത്സ വേണ്ട രോഗികൾക്കുള്ള വിഭാഗമാണെന്ത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, ഇനി പറയണ്ടല്ലോ? ഓക്കെ അല്ലേ? ആദ്യത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആദ്യത്തെ പോയിന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത്
An IPD is a part of healthcare facility or hospital where patients are admitted for over 24 hours. An IPD of the hospital is generally equipped with beds, medical equipment, and 24/7 availability of doctors and nurses. IPD എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണെന്ത് IPD എന്ന് പറയുന്നത്. IPDയിലെ സേവനം എപ്പോഴാണ്? 24 മണിക്കൂറും ഉണ്ട്. നമ്മൾ ഏത് രാത്രി ചെന്ന് കഴിഞ്ഞാലും നമ്മൾ തീരെ ആവശ്യമായിട്ടുള്ള രോഗികളാണെങ്കിൽ എന്ത് ചെയ്യും? IPDയിൽ അഡ്മിറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണെന്ത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ IPDയിൽ നമുക്ക് ധാരാളം ബെഡുകൾ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ബെഡ്സ് ഉണ്ട്. കാരണം എന്താ? പേഷ്യൻസിനെ കിടത്തുന്നത് അവിടെയാണ് അല്ലെ, അതുകൊണ്ട് ബെഡുകൾ ഉണ്ടാകും. അതുപോലെ മെഡിക്കൽ എക്യുപ്മെന്റ്, ധാരാളം എക്യുപ്മെന്റുകൾ ഉണ്ടാവും. BP അപ്പാരറ്റസ്, ഓക്സിജൻ സിലിണ്ടർ, അങ്ങനെ കുറെ അധികം രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റുകൾ അവിടെ ഉണ്ടാവും, IPDയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സും നഴ്സുമാർ അവിടെ ഉണ്ടാവും, IPDയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആളുകൾ മാത്രമാണ് അവിടെ മാറുന്നേ, IPDയിൽ മാറുന്നത്. എന്താ പറയാ, അവിടെയുള്ള എന്താ പറയാ, ഇപ്പൊ നഴ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും ഒക്കെ ഡ്യൂട്ടി അനുസരിച്ച് ഓരോരുത്തരും എന്ത് ചെയ്യും? വന്നു പോയിക്കൊണ്ടിരിക്കും. അവിടെ ആരും ആബ്സെന്റ് ആവുന്നില്ല കേട്ടോ. അതാണ് IPDയുടെ പ്രത്യേകത. ഓക്കെ, ക്ലിയർ ആണല്ലോ? IPD പ്രവർത്തിക്കുന്നത് 24 മണിക്കൂറുമാണ്, 24/7. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. The duration of stay will rely on severity of the patient illness. അതായത് ഈ IPDയിലെ സ്റ്റേ എന്ന് പറയുന്നതിന്റെ ഒരു ഡ്യൂറേഷൻ, ഒരു കാലയളവ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ രോഗാവസ്ഥയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുക. അതായത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ, അവർക്ക് വളരെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോ കുറച്ച് ദിവസം കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും, സ്റ്റേ ചെയ്യേണ്ടി വരും. ഇനി അഡ്മിറ്റ് ആകുന്ന സമയത്ത് ക്രിട്ടിക്കലും പോകെ പോകെ റിക്കവർ ചെയ്തു വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ഡിസ്ചാർജ് കാലാവധി എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോ എല്ലാ ദിവസവും ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ ഉണ്ടാവും, ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരും, അതിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യൻസിനെ നോക്കും, അതനുസരിച്ച് അവര് കാര്യങ്ങൾ രേഖപ്പെടുത്തും, അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യാം? ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോ രോഗാവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന പേഷ്യൻസിനെയാണ് എവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്? IPDയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നത്. പേഷ്യന്റ് കൂടുതൽ ബെറ്റർ ആൻഡ് കംഫർട്ടബിൾ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എല്ലാ രോഗികൾക്കും ഒരേപോലെയുള്ള കണ്ടീഷൻ ആയിരിക്കില്ല ഉണ്ടാവുക. പേഷ്യന്റിന്റെ രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് അതിന്റെ കാലയളവ് അല്ലെങ്കിൽ അതിന്റെ ഡ്യൂറേഷനിൽ വ്യത്യാസം വരുന്നതായിരിക്കും. ഓക്കെ, 3 പോയിന്റ് ഓക്കെ അല്ലേ? അടുത്തത് കേട്ടോ, എന്താണ് അഡ്മിഷൻ എന്ന് നോക്കാം നമുക്ക്. What is admission? It means allowing a client to stay in the hospital for observation, investigation and treatment of disease he is suffering from. അതായത് ഏതെങ്കിലും ഒരു രോഗി ഒരു രോഗത്തിന് ഒരു എന്താ പറയാ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, ആ രോഗം സഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ രോഗിയെ ഒബ്സർവേഷൻ ആയിട്ടും ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടും ട്രീറ്റ്മെന്റിനായിട്ടും ഒരു സ്ഥലത്ത് താമസിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയാ? അഡ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു രോഗിയെ രോഗത്തിൽ നിന്ന് റിക്കവർ ചെയ്യിക്കുന്നതിന് വേണ്ടി അതിന്റെ ഫർദർ ഒബ്സർവേഷനും, അതായത് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരീക്ഷണം. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശോധനകള്. ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചികിത്സ. ഓക്കെ, അപ്പൊ എന്താണ്? ഇറ്റ് മീൻസ് അലോയിങ് എ ക്ലയന്റ് ടു സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ. അതായത് ഒരു രോഗിയെ ഒബ്സർവേഷന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും ഒരു ക്ലയന്റിനെ സ്റ്റേ ചെയ്യാൻ അനുവദിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? അഡ്മിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ.
അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ. It means allowing a client to stay in the hospital for observation, investigation and treatment. What is admission എന്ന് ചോദിക്കാം. അപ്പോ അത് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. ഈ അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതായത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ. അതായത് രോഗികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെയുള്ള ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നല്ല രീതിയിലുള്ള പരിചരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അഡ്മിഷൻ നടത്തുന്നത്. ഓക്കെ. നമുക്കറിയാം ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു രോഗി, ആ രോഗിക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല, ഭയങ്കര അവശതയാണ്, ഭയങ്കര ക്ഷീണമുണ്ട്, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ രോഗിയെ പരിശോധിച്ചതിന് ശേഷം ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡോക്ടർ വീട്ടിലേക്ക് വിടില്ല. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാനാണ് ഡോക്ടർ ആവശ്യപ്പെടുന്നത്. ഓക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആ ഒരു ഹോസ്പിറ്റലില് രോഗിയെ കിടത്തിയേ മതിയാവും. ഓക്കെ. അപ്പോ ഇമ്മീഡിയറ്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അഡ്മിഷൻ നടപ്പിലാക്കുന്നു. ദെൻ രണ്ടാമത്തെ പോയിന്റ് ടു പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി ടു ദ പേഷ്യന്റ്. അതായത് പേഷ്യന്റിന് തന്നെ തോന്നണം ഞാൻ കംഫർട്ട് ആണ്, അല്ലെങ്കിൽ എനിക്കിപ്പോ എന്താ പറയാ നല്ല സേഫ്റ്റി ഉണ്ട്, വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാല് എങ്ങനെയായിരിക്കും എന്റെ അവസ്ഥ എന്ന് പറയാനായിട്ട് ചിലപ്പോൾ രോഗിക്ക് പറ്റണമെന്നില്ല. ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിൽ 24 മണിക്കൂർ നഴ്സുമാരും ഡോക്ടർമാരും ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാല് ചുറ്റിനും സഹായിക്കാൻ ആളുണ്ടെന്നുള്ളൊരു ചിന്ത രോഗിയിൽ ഉണ്ടാകും. ഓക്കെ. അപ്പൊ അതും അഡ്മിഷൻ പ്രൊസീജിയറിന്റെ പർപ്പസ് ആണ്. ഓക്കെ. ദെൻ മൂന്നാമത്തെ പോയിന്റ് ടു റിസീവ് ദ പേഷ്യന്റ് ഇൻ വാർഡ് ഫോർ അഡ്മിഷൻ ആസ് പെർ ഹിസ് കണ്ടീഷൻ. അതായത് ഓരോ പേഷ്യന്റിനെയും വാർഡിൽ റിസീവ് ചെയ്യുന്നത് ആ രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ പലതരത്തിലുള്ള പേഷ്യൻസ് ആണ് ഉണ്ടാവുക, അവർക്ക് പലതരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ എന്താണോ അവരുടെ കണ്ടീഷൻ, ചില പേഷ്യൻസിനെ സ്ട്രെച്ചറിലായിരിക്കും കൊണ്ടുവരുന്നത്, ചില പേഷ്യൻസിനെ വീൽ ചെയറിലായിരിക്കും കൊണ്ടുവരുന്നത്. അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വാർഡില് അല്ലെങ്കിൽ റൂമില് അവരെ റിസീവ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ നാലാമത്തെ പോയിന്റ് ടു ബി റെഡി ഫോർ എനി എമർജൻസി. അതായത് ഏത് എമർജൻസി, അത്യാഹിത സമയങ്ങളിൽ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള സമയങ്ങളിൽ റെഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അതായത് ഭയങ്കര അവശയായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിന് ചിലപ്പോ രാത്രി സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോ എന്തെങ്കിലും ബ്രീത്തിങ് ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോ ആ ഒരു സമയത്ത് എന്താണ്, പേഷ്യന്റിന് എത്രയും പെട്ടെന്ന്, അതായത് ഏറ്റവും നല്ല കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, എമർജൻസി കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, അഡ്മിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. അടുത്ത പോയിന്റ് ടു ഒബ്റ്റെയിൻ ഇൻഫോർമേഷൻ അബൌട്ട് ദ ക്ലയന്റ് സോ ആസ് ടു എസ്റ്റാബ്ലിഷ് എ തെറാപ്യൂട്ടിക് നഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇപ്പോ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിലുള്ള നഴ്സുമാര് അവിടെയുള്ള രോഗികളോട് നല്ല രീതിയിൽ തുറന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കാറുണ്ട്. കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അവര് വന്ന് സുഖവിവരങ്ങൾ ചോദിക്കും അല്ലെ, എന്താ പറ്റിയത്, എന്താ പേര്, വീട് എവിടെയാ, അതൊക്കെ ചോദിക്കാറില്ലേ? ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ? അതായത് അവിടെയുള്ള നേഴ്സ് ഏറ്റവും സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഈ നേഴ്സുമാരുമായിട്ടാണ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ കാര്യം പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ വന്ന് എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവരുമായിട്ട്, അതായത് ആ നേഴ്സും പേഷ്യന്റുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ എന്താണ്, കൂടുതൽ പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ നേഴ്സിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. പേഷ്യന്റിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണത് ഡോക്ടർ വരുമ്പോൾ ഷെയർ ചെയ്യാനും മറ്റൊക്കെ എന്ത് സാധിക്കും, ഈ ഒരു നഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ സാധിക്കുന്നതാണ്. ഓക്കെ. ദ നെക്സ്റ്റ് പോയിന്റ് ടു ഇൻവോൾവ് പേഷ്യൻസ് ആൻഡ് ഇൻ ഫാമിലി കെയർ. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസും അതുപോലെ തന്നെ, അതായത് പേഷ്യൻസിന്റെ കെയറില് ഫാമിലിയെയും കൂടി ഉൾപ്പെടുത്തുക.
അതായത് ഫാമിലിക്കും കൂടി ഉള്ള ഒരു ഇൻവോൾവ്മെന്റ് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു പർപ്പസ് ആയിട്ട് വരുന്നുണ്ട്. കാരണം രോഗി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നമുക്കറിയാം ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഒക്കെ ഒരാളുണ്ടാവും അല്ലെ, ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് ഒരാളുണ്ടാവും. അപ്പൊ ആ രോഗിക്ക് എന്ത് കിട്ടുകയാണ്, പ്രത്യേകമായിട്ടൊരു പരിചരണം കിട്ടുകയാണ്. ആ രോഗിയുടെ പരിചരണത്തിൽ ആ ഫാമിലിയും എന്ത് ചെയ്യുന്നു, ഇൻവോൾവ് ആകുന്നു. ഓക്കെ, ലാസ്റ്റ് വൺ, ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ. അതുപോലെ തന്നെ പേഷ്യന്റിനെയും ഫാമിലിയെയും എന്ത് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക. അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ പേഷ്യന്റിനായാലും പേഷ്യന്റിന്റെ റിലേറ്റീവിനായാലും ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതും അഡ്മിഷൻ പ്രൊസീജിയറിന്റെ പർപ്പസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നിങ്ങൾ ടൈപ്സ് ഓഫ് അഡ്മിഷൻ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. 2 തരത്തിലുള്ള അഡ്മിഷൻ പറയുന്നുണ്ട്. വായിച്ചു വരുമ്പോ തമ്പ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ടൈപ്സ് ഓഫ് അഡ്മിഷൻ ആണ്. അതിനകത്ത് ആദ്യത്തേത് ടൈപ്സ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള അഡ്മിഷൻ ഉണ്ട്. ഒന്ന് എമർജൻസി അഡ്മിഷൻ ആണ്, 2 റുട്ടീൻ അഡ്മിഷൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം എമർജൻസി അഡ്മിഷൻ എന്താണെന്ന് നോക്കാം. എമർജൻസി അഡ്മിഷൻ, clients are admitted with acute conditions requiring immediate treatment. Example, client with a heart attack, accidents, poisoning, etc. എമർജൻസി അഡ്മിഷൻ എന്ന് പറയുന്നത് ഇവിടെ രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നത് അക്യൂട്ട് കണ്ടീഷനിലായിരിക്കും, അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നത്. അവർക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ എമർജൻസി അഡ്മിഷൻ എന്താണ്, അതായത് വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരുമ്പോൾ അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നത് എമർജൻസി അഡ്മിഷൻ ആയിട്ടാണ്. അതിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്കുമായിട്ട് വരുന്ന രോഗികൾ, അവർക്ക് എന്ത് അഡ്മിഷനാണ് ആവശ്യം, എമർജൻസി അഡ്മിഷനാണ് അല്ലെ. അതായത് ആദ്യം അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചതല്ലേ, പ്രയോറിറ്റികൾ ഉണ്ട് കുറെ അധികം. ആദ്യം ആർക്ക് പ്രയോറിറ്റി കൊടുക്കണം, രണ്ടാമത് ആർക്ക് പ്രയോറിറ്റി കൊടുക്കണം, മൂന്നാമത്, നാലാമത്, അങ്ങനെ പ്രയോറിറ്റീസ് ഉണ്ട്. അപ്പോ ഹാർട്ട് അറ്റാക്കുമായിട്ട് ഒരാൾ വന്നു, ഫീവറുമായിട്ട് ഒരാൾ വന്നു, ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കുക, ആർക്കാ പ്രയോറിറ്റി കൊടുക്കുക? ഹോസ്പിറ്റലിൽ പ്രയോറിറ്റി ഉണ്ട്, ആർക്കാ കൊടുക്കുക? ഹാർട്ട് അറ്റാക്കുമായിട്ട് വരുന്ന ആൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുക അല്ലെ. അതായത് രോഗാവസ്ഥയെ അനുസരിച്ചിട്ടായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ ഹാർട്ട് അറ്റാക്കുമായിട്ട് വരുന്ന ഒരാളെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എമർജൻസി അഡ്മിഷൻ ആണ്. പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റിൽ ഷടപടയുന്ന കാര്യങ്ങൾ തീരും. വിത്തിൻ 0 മിനിറ്റിനുള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്, അദ്ദേഹത്തിന്റെ അഡ്മിഷൻ നടത്തേണ്ടത്. അത് ഒട്ടും കാലതാമസം പാടില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടൊക്കെയാണ് കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെ. കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ, അതായത് കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് ആ കോഡ് ബ്ലൂ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകള്, എക്യുപ്മെന്റ്, സകല സാധനങ്ങൾ എവിടെ എത്തിച്ചേരും, ആ ഹോസ്പിറ്റലിന്റെ റിസപ്ഷൻ ഏരിയയിൽ വരും. ഓക്കെ, അപ്പോ ആ പേഷ്യന്റിന് വേണ്ട രീതിയിലുള്ള കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങള് ഹോസ്പിറ്റലിൽ ഏർപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോ തീവ്രാവസ്ഥയിലുള്ള പേഷ്യൻസ്, അതുപോലെ തന്നെ എമർജൻസി കെയർ ആവശ്യമുള്ള പേഷ്യൻസിന്റെ അഡ്മിഷൻ എന്ന് പറയുന്നത് അത് എമർജൻസി അഡ്മിഷൻ ആണ്. ഹാർട്ട് അറ്റാക്കുമായിട്ട് വരുന്ന പേഷ്യൻസ്, ആക്സിഡന്റ് പറ്റി വരുന്ന പേഷ്യൻസ്, വിഷബാധയേറ്റ് വരുന്ന പേഷ്യൻസ്, ഇവരൊക്കെ എന്ത് അഡ്മിഷനാ, എമർജൻസി അഡ്മിഷനാ. അപ്പൊ പാമ്പ് കടിയേറ്റ് ഒരാൾ വന്നെന്ന് വിചാരിക്കാം, ആദ്യം അയാൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുക.
കാരണം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലെ വിഷം എന്ത് ചെയ്യണം, നീക്കം ചെയ്യണം അല്ലെ, എന്നാലേ അദ്ദേഹം രക്ഷപ്പെടുകയുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്ത് അഡ്മിഷൻ ആണ്, എമർജൻസി. ക്ലിയർ അല്ലേ? ഓക്കെ. രണ്ടാമത് റുട്ടീൻ അഡ്മിഷൻ ആണ്. റുട്ടീൻ അഡ്മിഷൻ നമുക്ക് നോക്കാം. Clients are admitted for investigations and planned treatment and surgeries. Example, client with hypertension, diabetes, bronchitis, etc. ഈ റുട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത് നോർമൽ അഡ്മിഷൻ ആണ്, സാധാരണയുള്ള അഡ്മിഷൻ ആണ്. ഇവിടെ ക്ലയൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷൻസിനും അതുപോലെ തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ തീരുമാനിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റുട്ടീൻ അഡ്മിഷൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോ ഒരു രോഗി എന്തെങ്കിലും രോഗവുമായിട്ട് വന്നു കഴിഞ്ഞാല് ആ രോഗത്തിന് അദ്ദേഹത്തിന്, അതായത് മരുന്ന് കഴിച്ചിട്ടും വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്തിട്ടൊന്നും അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയ്ക്ക് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളില്ല. അപ്പൊ ചിലപ്പോ തുടർന്ന് ചില പരിശോധനകൾ എന്ത് ചെയ്യേണ്ടി വരും, ഹോസ്പിറ്റലിൽ നടത്തേണ്ടി വരും. അതിന് എന്ത് ചെയ്യേണ്ടി വരും, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവേണ്ടി വരും. അതുപോലെ തന്നെ ചില ആന്റിബയോട്ടിക്സുകൾ എന്ത് ചെയ്യും, ചിലപ്പോൾ രോഗികൾക്ക് കുത്തിവെക്കുന്നുണ്ടാവും അല്ലെ, ഇഞ്ചക്ഷൻ ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ ആന്റിബയോട്ടിക്സ് ഒക്കെ. അപ്പൊ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ കിടത്തേണ്ടി വരും. അത് നമുക്ക് വീട്ടിൽ പോയി ചെയ്ത് അവര് തരില്ല. ഓക്കെ, അതിന് ഇൻപേഷ്യന്റ് ആയേ മതിയാകും. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ ചികിത്സയ്ക്കും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ സർജറികൾ, എന്തെങ്കിലുമൊക്കെ സർജറികളൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നടത്തുന്ന അഡ്മിഷനാണ് എന്ത്, റൂട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത്. ചില കേസിൽ ഈ റൂട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത് സഡൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ചിലപ്പോ എന്തെങ്കിലും അസുഖം കൂടിയിട്ട് ഒട്ടും വയ്യാത്ത അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ റൂട്ടീൻ അഡ്മിഷൻ ചെയ്യാം. അല്ലെങ്കിൽ ചില കേസൊക്കെ ആണെങ്കിൽ ഇപ്പോ എന്തെങ്കിലും സർജറി ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ കാലക്കുട്ടി അല്ലെങ്കിൽ നേരത്തെ തന്നെ പറയും ഇന്ന ദിവസം വന്ന് അഡ്മിറ്റ് ആവാൻ പറയും സർജറിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ എന്ത് അഡ്മിഷനാണ്, റൂട്ടീൻ അഡ്മിഷനിൽ വരുന്നതാണ്. പിന്നെ ഹൈപ്പർ ടെൻഷനുമായിട്ട് വരുന്ന പേഷ്യൻസ്, ഡയബറ്റീസ്, ബ്രോങ്കൈറ്റിസ്, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്, റൂട്ടീൻ അഡ്മിഷന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എമർജൻസി അഡ്മിഷനും ഇമ്പോർട്ടന്റ് ആണ്, റൂട്ടീൻ അഡ്മിഷനും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ എക്സാമ്പിൾസ് സഹിതം പഠിച്ചിരിക്കും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പേജ് നിങ്ങളൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. മെഡിക്കൽ എക്സാമിനേഷൻ OPD വരെ ഒന്ന് റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD. അതായത് OPDയിലുള്ള അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, റിസീവിംഗ് ദ പേഷ്യന്റ്.
The personnel in the admitting department should greet and make the patient feel comfortable. In emergency condition, no time should be wasted to start the treatment. The manner in which a doctor or nurse receives the client is the most important aspect of reception in case of emergency. അതായത് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, ആരാണ് റിസീവ് ചെയ്യുന്നത്? അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പേഴ്സണൽ, ഒരു സ്റ്റാഫ് ആണ് എന്ത് ചെയ്യുന്നത്, രോഗിയെ റിസീവ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നു, പേഷ്യന്റിനെ ഗ്രീറ്റ് ചെയ്യുന്നു, അതുപോലെ പേഷ്യന്റിനെ കംഫർട്ടബിൾ ആക്കുന്നു. ഓക്കെ, ഇനി എമർജൻസി കണ്ടീഷനിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവിടെ ഒട്ടും തന്നെ സമയം പാഴാക്കാനില്ല. കാരണം ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആർക്ക് കൊടുക്കണം, പേഷ്യൻസിന് കൊടുക്കണം. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഇവരെ വെൽക്കം ചെയ്യുന്നത്, ഇവരെ റിസീവ് ചെയ്യുന്നത് ചിലപ്പോൾ ഡോക്ടറോ അല്ലെങ്കിൽ നഴ്സോ ആയിരിക്കും. അവിടെ അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത്, ഇവരെ റിസീവ് ചെയ്യുന്നത് കേട്ടോ. എമർജൻസി കണ്ടീഷനിൽ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ റിസീവ് ചെയ്യാനായിട്ട് ഡോക്ടറോ നഴ്സോ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് നിർബന്ധം പിടിക്കാൻ പാടില്ല. എമർജൻസി കണ്ടീഷനിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ മറ്റു ആളുകൾ വന്ന് അവരെ ഗ്രീറ്റ് ചെയ്യാനോ വെൽക്കം ചെയ്യാനോ നിൽക്കാറില്ല. എത്രയും പെട്ടെന്ന് ഡോക്ടർ അല്ലെങ്കിൽ നഴ്സാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സാധാരണ കേസിലാണെങ്കിൽ അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ വ്യക്തിയായിരിക്കും, എമർജൻസി കണ്ടീഷനിലാണെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ നഴ്സ് ആയിരിക്കും റിസീവ് ചെയ്യുന്നത്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, റിസീവ് ചെയ്തത് കഴിഞ്ഞതിന് ശേഷം റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. Clerk in record section records data essential for identification of clients, social data, name, age, sex, education, address, occupation, religion, income, marital status, ടെലിഫോൺ നമ്പർ എക്സെട്ര. അതായത് സോഷ്യൽ ഡാറ്റ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അതായത് ഈ നമ്മുടെ റെക്കോർഡ് സെക്ഷനിലെ ക്ലർക്ക് ഉണ്ട്, ആ ക്ലർക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലയൻസിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് ഗ്യാദർ ചെയ്യുന്നു. എന്തൊക്കെയാണ് എടുക്കുന്നത്? പേഷ്യന്റിന്റെ പേര്, ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, അഡ്രസ്, ഓക്യുപ്പേഷൻ, റിലീജിയൻ, ഇൻകം, മാരിറ്റൽ സ്റ്റാറ്റസ്, ടെലിഫോൺ നമ്പർ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് സെക്ഷനിലെ ക്ലർക്ക് വന്ന് വിവരങ്ങൾ ഗ്യാദർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുമാണ് ഒ പി ഡിയിലൂടെ നടക്കുന്നത്. ആദ്യം റിസീവ് ചെയ്യുന്നു, അതിനുശേഷം ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ഗ്യാദർ പേഷ്യന്റ് ഇൻഫോർമേഷൻ. പേഷ്യന്റ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നു. ഗ്യാദർ മീൻസ് കളക്ട് ചെയ്യുക കേട്ടോ. എന്തൊക്കെയാണ്? പേഷ്യന്റ് പേര്, ഏജ്, സെക്സ്, അഡ്രസ്, മൊബൈൽ നമ്പർ എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഗ്യാദർ ചെയ്യുന്നു. രണ്ടാമത്തത് പ്രിപ്പയർ മെഡിക്കൽ റിപ്പോർട്ട്. രോഗിയിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഫയൽ എടുക്കാന്നൊക്കെ പറയില്ലേ, ആ കാര്യം അവിടെ ചെയ്യാണ്. ദെൻ മൂന്നാമത്തത് പ്രിപ്പയർ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. കണ്ടിട്ടുണ്ടോ നിങ്ങള് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്? പേഷ്യൻസിന്റെ കയ്യിൽ ഒരു സാധനം കിടക്കുന്നത് കാണാം, വള പോലത്തെ. പല കളറിലായിരിക്കും. ചില പേഷ്യൻസിന്റെ കയ്യില് ബ്ലൂ കളർ ആയിരിക്കും, ചില പേഷ്യൻസ് യെല്ലോ, ചില പേഷ്യൻസ് ആണെങ്കിൽ വൈറ്റ്. അങ്ങനെ പല കളറിലായിരിക്കും ഉണ്ടാവുക. അതാണ് ബ്രേസ്ലെറ്റ് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക? ഈ ബാംഗിൾ പോലത്തെ സംഭവത്തില് പേഷ്യന്റെ പേരുണ്ടാവും, അതുപോലെ തന്നെ ഏജ്, അതുപോലെ തന്നെ ഏതാണ് വാർഡ് അല്ലെങ്കിൽ ICU, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ. പിന്നെ ഡേറ്റ് ഉണ്ടാകും, ഡോക്ടറിന്റെ പേരുണ്ടാകും. ഓക്കെ, അപ്പോ ഇതിനെയാണ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ആരാ ചെയ്യുന്നത്? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. അവിടെ അഡ്മിറ്റ് ആകുന്ന ഓരോ രോഗികൾക്കുള്ള ബ്രേസ്ലെറ്റ് തയ്യാറാക്കുന്നത് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡി പോയിന്റ്, കൺസെന്റ് ഫോം സൈൻഡ്. അതായത് പേഷ്യന്റ് അഡ്മിറ്റ് ആകുന്ന സമയത്ത് പേഷ്യന്റ് കയ്യിൽ നിന്നും
അല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നും കൺസെന്റ് ഫോം എന്ത് ചെയ്യും, സൈൻ ചെയ്ത് വാങ്ങിക്കും. കുറെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകും അല്ലെ. ഹോസ്പിറ്റലിൽ നിന്ന് ഓടിപ്പോകാൻ പാടില്ല, ഇന്ന കോമ്പൗണ്ട് കഴിഞ്ഞ് പുറത്തേക്ക് പോകരുത്, ബൈസ്റ്റാൻഡർ കൂടി ഉണ്ടാകണം, അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പേരെഴുതി സൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ കൺസെന്റ് ഫോം സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത് ആരാണ്? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ അടുത്തത് ഇനീഷ്യൽ ഓർഡേഴ്സ് ഒബ്റ്റെയിൻഡ്. ഇനീഷ്യൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാല് ഡോക്ടേഴ്സിന്റെ ഓർഡറുകൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, ശേഖരിക്കുന്നത് ആരാണ്? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. ഡോക്ടർ ഓരോ ഓർഡറുകൾ കൊടുക്കും അല്ലെ, ഈ പേഷ്യന്റിന്റെ കാര്യങ്ങൾ ചെയ്യണം, അവർക്ക് നെബുലൈസ് ചെയ്യണം, ഇഞ്ചക്ഷൻ കൊടുക്കണം, അങ്ങനെയുള്ള കുറെ അധികം ഓർഡറുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ അത് കളക്ട് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്ത് വെക്കുന്നത് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദെൻ ഇൻഫോം ടു ഫ്ലോർ വാർഡ് നഴ്സ്. അതായത് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിനെ നമ്മൾ കിടത്തുന്നത് ചിലപ്പോൾ വാർഡിലായിരിക്കാം അല്ലെങ്കിൽ റൂമിലായിരിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്, ചിലർക്ക് റൂം വേണം എന്ന് പറയും, ഇനി മറ്റു ചിലർക്കാണെങ്കിൽ വാർഡ് മതി എന്നായിരിക്കും പറയുക. അപ്പോ എവിടെയാണ് പേഷ്യന്റിന് സ്റ്റേ ചെയ്യാനായിട്ട് ആഗ്രഹം, റൂമിൽ അല്ലെങ്കിൽ വാർഡിലാണെങ്കിൽ അവിടെയുള്ള നഴ്സിനെ ഉടനെ തന്നെ വിവരം അറിയിക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. അവർ വിളിച്ചു പറയും, ഇന്ന പേഷ്യന്റ് ഇന്ന പേര് ഇന്ന വയസ്സ് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് വാർഡ് നഴ്സിനെ വിളിച്ച് പറയുന്നതും അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദെൻ ജി പോയിന്റ്, ഇഷ്യൂ ദ വിസിറ്റേഴ്സ് പാസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ആ സമയത്ത് തന്നെ നമുക്കൊരു പാസ് തരും. എന്താ ആ പാസ്? എന്താ? അഡ്മിഷൻ സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു പാസ് തരും. അതായത് ബൈസ്റ്റാൻഡേഴ്സിനുള്ള പാസ് ആയിരിക്കും. ആളുകൾ ചിലപ്പോൾ മാറി ഒക്കെ ആയിരിക്കും രോഗിയുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പോ അവരുടെ കയ്യിൽ അത് ഉണ്ടാകണം, സെക്യൂരിറ്റിയിൽ കാണിക്കണം പുറത്തു പോകണമെങ്കിൽ. കാരണം ഇവിടെ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആണ്, അതിന്റെ കൂടെ ഉള്ള ആളാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ പാസ് കൊടുക്കുന്നതും അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇനി എച്ച് എന്താണെന്ന് നോക്കാം നമുക്ക്. A minimum deposit amount is advised by the admission desk staff to be deposited at the accounts cash counter. They will also draw out an estimate and guide you for selecting the relevant category of room. This amount varies depending upon the area, ward in which the patient is being admitted. The advance shall be adjusted against the final bill at the time of discharge. Those seeking the cashless route would have to visit the insurance desk, TPA desk, for the hospitalization of the patient. അതായത് നമ്മൾ അഡ്മിറ്റ് ആകുന്ന സമയത്ത് അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫ് പറയുന്നതിനനുസരിച്ച് ഒരു മിനിമം എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം ക്യാഷ് കൗണ്ടറിൽ. അതായത് അവിടെയുള്ള സ്റ്റാഫ് പറയും ഇത്ര എമൗണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയ്ക്ക് ആനുപാതികമായിട്ട് നമുക്ക് റൂം അല്ലെങ്കിൽ വാർഡ് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ കൂടുതൽ തുകയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് വാർഡായിരിക്കും തരുന്നത്. കുറച്ച് തുകയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ തുകയാണെങ്കിൽ റൂമും കുറച്ച് തുകയാണെങ്കിൽ വാർഡും. അതിനനുസരിച്ചിട്ടായിരിക്കും, എമൗണ്ടിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ വാർഡ് അല്ലെങ്കിൽ റൂം ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നമ്മള് കൊടുക്കുന്ന തുക, നമ്മൾ ഇപ്പൊ ഒരു 3000 രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഫൈനൽ ബില്ല് നമുക്ക് 10000 ആയി കഴിഞ്ഞാൽ നമ്മൾ എത്ര അടച്ചാൽ മതി? എത്ര രൂപ അടച്ചാൽ മതി? 3000 രൂപ ആദ്യം അടച്ചു, ഫൈനൽ ബില്ല് വന്നത് 10000 ആണ്. 7000 രൂപ അടച്ചാൽ മതി അല്ലെ? അപ്പോ നമ്മൾ ആദ്യം അടച്ച തുക ഫൈനൽ ബില്ലിൽ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ക്യാഷ്ലെസ് ആയിട്ടുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ ക്യാഷ്ലെസ് ഇതുണ്ടെങ്കിൽ, ഇൻഷുറൻസ് നമുക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്യാഷ്ലെസ് ഇടപാടുകൾക്കായിട്ട് ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ട് ഹോസ്പിറ്റലുകളിൽ, അവരെ സമീപിക്കേണ്ടതാണ്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ എന്നാണ് TPA ഫുൾ ഫോം വരുന്നത്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ട്. അപ്പൊ നമ്മുടെ ഡോക്യുമെന്റുകള് നമുക്ക് ക്യാഷ്ലെസ് ഇൻഷുറൻസ് അവൈലബിൾ ആണെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റുകൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പൈസ ഒന്നും അടക്കേണ്ട ആവശ്യമില്ല, ഇൻഷുറൻസ് കമ്പനി അത് ഏറ്റെടുത്തോളും. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ,
മെഡിക്കൽ എക്സാമിനേഷൻ വായിച്ചായിരുന്നോ നിങ്ങള്? വായിച്ചില്ല? മെഡിക്കൽ എക്സാമിനേഷൻ ഒന്ന് വായിച്ചോളൂ കേട്ടോ. TPA, third party administration. ഇൻഷുറൻസ് വിഭാഗമാണ് കേട്ടോ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. OPD-യിലെ മെഡിക്കൽ എക്സാമിനേഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. A detailed social and medical history of the patient is taken by a physician and recorded. Patient's temperature, BP, pulse, respiration, etc. are recorded. OPD-യിൽ വരുന്ന പേഷ്യന്റിന്റെ കംപ്ലീറ്റ് മെഡിക്കൽ ഹിസ്റ്ററി ആരാണ് രേഖപ്പെടുത്തുന്നത്? ഫിസിഷ്യൻ രേഖപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ് നമുക്കറിയാം? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഡോക്ടറുടെ റൂമിൽ ഇരിക്കുമ്പോൾ ഡോക്ടർ ടെമ്പറേച്ചർ നോക്കാറുണ്ട്, BP നോക്കാറുണ്ട്, പൾസ് നോക്കാറുണ്ട്, റെസ്പിറേഷൻ നോക്കാറുണ്ട് അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യും? അതൊക്കെ ഫയലിൽ രേഖപ്പെടുത്തും. രണ്ടാമത്തെ പോയിന്റ്, the necessary investigations such as X-ray, lab test is done to diagnose the disease and prescribe the treatment. ഇനി ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണെങ്കിൽ ചിലപ്പോൾ ചില രോഗങ്ങൾക്ക് എക്സ്റേ എടുക്കേണ്ടതായിട്ട് വരും, ചിലപ്പോ ബ്ലഡ് പരിശോധിക്കേണ്ടതായിട്ട് വരും. എന്തിനു വേണ്ടിയിട്ടാണ്? രോഗം കണ്ടെത്തുന്നതിനും രോഗത്തിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, those who are admitted to hospital for further investigation and treatment to the concerned ward on the advice of the treating doctor. The ward is designated by the staff at the admission desk and entered in the case sheet. അതായത് ഹോസ്പിറ്റലിൽ രോഗി അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ആ വാർഡ്, അതായത് നമ്മൾ ചെല്ലുന്ന വാർഡിലെ ആ ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു വ്യക്തി നമുക്ക് വേണ്ടിയിട്ടുള്ള റൂം അല്ലെങ്കിൽ വാർഡ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ കേസ് ഷീറ്റ് ആ വാർഡിലോട്ട് എൻറ്റർ ചെയ്യിക്കും. ഓക്കെ, കേസ് ഷീറ്റ് എന്ത് ചെയ്യുന്നു? കൊടുത്തുവിടുന്നു. അതായത് ഇത്രയും കാര്യങ്ങൾ OPD-യിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഡോക്ടേഴ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ ആ ഫയല് വാർഡിലേക്ക് ഏത് പേഷ്യന്റിനാണോ കിടത്തിയിരിക്കുന്നത് ആ ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? കൈമാറും. ഇത്രയും കാര്യങ്ങളാണ് എന്ത് നടക്കുന്നത്? എവിടെ നടക്കുന്നത്? OPD-യിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അഡ്മിഷൻ പ്രൊസീജിയർ അല്ലേ? ഒന്നുകൂടെ പറയാമോ? അഡ്മിഷൻ പ്രൊസീജിയർ 2 പോയിന്റ് ഇല്ലേ, പറയാമോ? അഡ്മിഷൻ പ്രൊസീജിയറിൽ ആദ്യം നമ്മൾ പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നു. പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നത് അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് ആയിരിക്കും. അവരെന്ത് ചെയ്യുന്നു? ആദ്യം വന്ന് പേഷ്യന്റിനെ ഗ്രീറ്റ് ചെയ്യുന്നു, അതായത് വെൽക്കം ചെയ്യുന്നു, അവരെ കംഫർട്ടബിൾ ആക്കി
വാർഡിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനി എമർജൻസി കണ്ടീഷനിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെ ഗ്രീറ്റ് ചെയ്യാനോ വെൽക്കം ചെയ്യാനോ ഒന്നും നിൽക്കാറില്ല. ആരായിരിക്കും വരുന്നത്? ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് ആയിരിക്കും വാർഡിലേക്കോ റൂമിലേക്കോ കൊണ്ടുപോകുന്നത്. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് പേഷ്യന്റിനെ റിസീവ് ചെയ്തതിന് ശേഷം റെക്കോർഡ് സെക്ഷനിലെ ക്ലർക്ക്, അതായത് റെക്കോർഡ് സെക്ഷനിലെ ക്ലർക്ക് വന്നിട്ട് ആ പേഷ്യന്റിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യും. അതായത് പേരും അതുപോലെ തന്നെ സെക്സും എഡ്യൂക്കേഷനും അഡ്രസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്ത് രേഖപ്പെടുത്തി വെക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് OPD-യിലൂടെ നടക്കുന്നത് അഡ്മിഷൻ പ്രൊസീജിയറിൽ കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. ഹലോ മാം. പറഞ്ഞോളൂ. മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലേ, സെക്കൻഡ് പോയിന്റ് ഒന്ന് പറയാമോ? സെക്കൻഡ് പോയിന്റ് മാത്രം ഇപ്പൊ പറഞ്ഞ മെഡിക്കൽ എക്സാം സെക്കൻഡ് പോയിന്റ് മാത്രം ഒന്ന് പറയാമോ? സെക്കൻഡ് പോയിന്റില് ആദ്യം ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം ടെമ്പറേച്ചർ, BP, പൾസ് അതൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ടെങ്കിൽ എക്സ്റേ എടുക്കുന്നു. അതുപോലെ തന്നെ ഫർദർ ടെസ്റ്റുകൾക്ക് എഴുതുന്നു. ബ്ലഡ് ടെസ്റ്റ് മുതലായ കാര്യങ്ങൾക്ക് എഴുതിയിട്ട് അതിനുശേഷം രോഗനിർണയം നടത്തി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു, അല്ലെ ചികിത്സ കൊടുക്കുന്നു. ഓക്കെ ഓക്കെ മാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വിദ്യ എന്താ ചോദിക്കുന്നത്? OPD മെഡിക്കൽ എക്സാമിനേഷൻ ലാസ്റ്റ്. അതായത് OPD അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് ഡോക്ടർ പറയുന്നതിനനുസരിച്ചിട്ടാണ് വാർഡിൽ അല്ലെങ്കിൽ റൂമിൽ കിടത്തുന്നത്. അതിന്റെ അതായത് അവര് റൂമാണോ വാർഡാണോ എന്താണ് വേണ്ടതെന്ന് അവിടെയുള്ള ഒരു സ്റ്റാഫ്, അതായത് ആ ഒരു അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാഫ് തീരുമാനിക്കുന്നു. ആ സ്റ്റാഫ് കേസ് ഷീറ്റ് എന്ത് ചെയ്യുന്നു? വാർഡിലേക്ക് കൈമാറും. ഓക്കെ, പിന്നെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? മൈൻഡ് ചെയ്തോട്ടെ എന്നാ. താങ്ക് യു മാം. അടുത്തത് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു ഓക്കെ, മാം. താങ്ക് യു. താങ്ക് യു മാം. Mm-hmm.